ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി അയാളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ സച്ചിക്ക് ഞാൻ വണ്ടി കൊടുക്കില്ലെന്ന് നിന്നോട് ഞാൻ ഓഫീസിൽ വെച്ച് പറഞ്ഞതല്ലേ എന്ന് അയാൾ ചോദിക്കുക രേവതിയോട്. അപ്പോഴാണ് ഈ നമ്മുടെ ശ്രുതി നോക്കുന്നത്. അപ്പോൾ കാണുന്നു രേവതിയെ കണ്ടപ്പോഴത്തേക്ക് ശ്രുതി അന്തം വിട്ട് നോക്കുക. രേവതി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതിയെയും കണ്ടു. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരിതായി പോയി നമ്മുടെ രേവതിക്ക്. കാരണം ശ്രുതി ഇത് അറിഞ്ഞല്ലോ, അപ്പോൾ ആകെ വിഷമമായിപ്പോയി. ആ സമയത്ത് നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്, എന്നെ നോക്കി സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയോട് വഴക്കുണ്ടാക്കുക. ഇനി സച്ചിക്ക് കാർ വാടകയ്ക്ക് ഓടിക്കാൻ കൊടുക്കില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ശ്രുതി ഇത് കേട്ട് അന്തം വിടുവാണേ. അപ്പോൾ വണ്ടിക്കും ഇല്ല, പണിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞു നമ്മുടെ ശ്രുതി. അപ്പോൾ ആ ഒരു ടെൻഷനില്ല രേവതി. ജോലിയില്ലാതെ കുറച്ച് നാൾ അലഞ്ഞ് നടക്കുമ്പോഴേ അവന് ബുദ്ധി വന്നോളൂ, ഞാൻ ആരാണെന്ന് അപ്പോൾ അവന് മനസ്സിലാകുമെന്നൊക്കെ ഇയാൾ പറയുക. ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സ് തകർന്ന് ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതി എന്നിട്ട് ഇങ്ങനെ നിന്ന് ഇതൊക്കെ ഒരു വലിയതായി കിട്ടിയതിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ കാണിക്കാം. ഈ സമയത്ത് നമ്മുടെ രേവതി കൈ കൂപ്പി യാചിക്കുക. സർ, അദ്ദേഹത്തിന് അറിയാതെ പറ്റിയതാ, ക്ഷമിക്കണം സാർ എന്നും പറഞ്ഞ് കാല് പിടിക്കുവാണ്. ദയവ് ചെയ്ത് കാർ അദ്ദേഹത്തിന് ഓടിക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ കനിഞ്ഞു പറയൂ. ആരും അദ്ദേഹത്തിന് ഡ്രൈവർ ജോലി കൊടുക്കുന്നില്ല എന്നും അദ്ദേഹം ആകെ വിഷമത്തിലാണ് സാർ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് രേവതി പറയുക. അദ്ദേഹത്തിന് ഒന്ന് കാർ ഓടിക്കാൻ കൊടുക്കണം പ്ലീസ് എന്നും പറഞ്ഞിങ്ങനെ കാല് പിടിക്കുമ്പം ഓ അപ്പം സച്ചിക്ക് ജോലിയില്ലല്ലേ, ഇദ്ദേഹത്തിൻ്റെ മകള് കാർ ഒരാഴ്ചത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞത് കള്ളമാണല്ലേ എന്ന് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക. ഈ സമയത്ത് അവൾ പുച്ഛിച്ച് ചിരിക്കുവാണ്. അവനെ എന്താ ചെയ്തതെന്ന് നിനക്കറിയാവോ? എൻ്റെ മേൽ കൈ വയ്ക്കാൻ നോക്കി. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല സാർ പ്ലീസ് സാർ, അദ്ദേഹത്തിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പം നിന്നെ കണ്ടാൽ ഒരു പാവത്തെ പോലെയുണ്ട്, എന്നാലേ നിന്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല. ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കുന്നവനാ. ആൾക്കാർക്ക് എന്നിലൊരു ഭയം ഉണ്ടാകണം. ഇവൻ എന്നെ അടിക്കാൻ നോക്കിയതേ ആളുകൾ അറിഞ്ഞാൽ പിന്നെ എന്നെ ആര് ഭയക്കും? ദേ വാങ്ങിച്ച കാശ് ആരെങ്കിലും എനിക്ക് തിരിച്ചു തരുമെന്നൊക്കെ അയാൾ ചോദിക്കുക. അപ്പം അദ്ദേഹം ചെയ്തതിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് സാർ എന്ന് പറഞ്ഞ് രേവതി വീണ്ടും പറയാം. കാറ് തിരികെ കൊടുക്കണം സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പം നീ അല്ല എന്നോട് വന്ന് ക്ഷമ ചോദിക്കേണ്ടത് സച്ചിയാണെന്നും പറഞ്ഞ് അയാൾ പറയാം. അവനോട് എൻ്റെ ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നോട് ക്ഷമ ചോദിക്കാൻ പറ. അപ്പോൾ എൻ്റെ കാർ വാടകയ്ക്ക് കൊടുക്കുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാമെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ ശ്രുതിയെ നോക്കുക. ശ്രുതി ഒരു പുച്ഛത്തോടു കൂടി ചിരിക്കുവാണ് നമ്മുടെ രേവതിയെ നോക്കി. ഈ സമയത്ത് നമ്മുടെ രേവതി ആകെ നിസ്സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുക. സാർ പ്ലീസ് സാർ, എനിക്ക് വേണ്ടി അദ്ദേഹത്തിനോട് ഒന്ന് ക്ഷമിക്കും സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കാം, പക്ഷേ ക്ഷമ ചോദിക്കാൻ അവനും കൂടെ തയ്യാറാകണം എന്ന് ഇയാൾ പറഞ്ഞു. അവനോട് ഓഫീസിലേക്ക് വരാൻ പറ എന്നും പറയുവാണ് ഇയാൾ. ഇപ്പം നീ പോകാനും പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി അയാൾ അവിടെ നിന്ന് ഇറക്കി വിടുക. രേവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി ശ്രുതിയെ നോക്കുക. ശ്രുതി ഇങ്ങനെ നോക്കി പുച്ഛിച്ച് ചിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ അവരെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പോൾ പോവാനല്ലേ നിന്നോട് പറഞ്ഞേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് രേവതിയോട് അയാൾ. അപ്പോൾ രേവതി അവിടെ നിന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. രേവതി അങ്ങനെ പോയപ്പം വീട്ടിൽ പോയി ഈ കാര്യം എല്ലാവരോടും പറയണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. രേവതി ഇങ്ങനെ കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. അപ്പോൾ രേവതി ഇങ്ങനെ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് വീട്ടിൽ എല്ലാവരെയും ആണ്. അതായത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും വീട്ടിലെ എല്ലാവരെയും. ശ്രുതി വന്ന് വലിയൊരു ചതി തന്നെയാണ് രേവതിയോട് ചെയ്തത്. അങ്ങനെ വന്ന് എല്ലാവരോടും പറയുക ഈ ശ്രുതി നീ പറഞ്ഞ സത്യം തന്നെയാണോ എന്ന് ചോദിച്ചപ്പം അതേ ആൻറ്റി, ഞാനിപ്പോൾ പറഞ്ഞു പോയിട്ട് പുറത്തു പോയി മസാജ് ചെയ്യാറില്ല. ഫിനാൻഷ്യറുടെ ഭാര്യയെ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് അറിയാം. എൻ്റെ സ്ഥിരം കസ്റ്റമർ അവർക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് അവർ വിളിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി മസാജ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഞാൻ മസാജ് ചെയ്യുന്ന സമയത്താണ് രേവതി അവരുടെ വീട്ടിൽ വരെ ഫിനാൻഷ്യറോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്തതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ആകെ തകർന്നു പോയി രേവതി. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന വാടക കാറും പോയല്ലേ. അപ്പം എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യറുടെ മകള് വന്നിട്ടുണ്ട്, അവർക്ക് ടൂറ് പോകാനായിട്ട് കാറ് വാടകയ്ക്ക് കൊടുത്തു, ഒരാഴ്ചക്കകം അത് തിരികെ കിട്ടും എന്നൊക്കെയല്ലടാ നീ പറഞ്ഞിരുന്നതെന്ന് ശ്രുതി ചോദിക്കുക. അച്ഛാ കണ്ടല്ലോ, നിങ്ങളുടെ മകൻ കള്ളം പറയുകയായിരുന്നു എല്ലാവരോടും എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് മറ്റൊരാളുടെ വണ്ടി എടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് ദിവസവും പോകുന്നുണ്ടല്ലോ നീ, അതൊക്കെ വെറും അഭിനയമായിരുന്നല്ലേ എന്ന് ചന്ദ്രമതി ചോദിക്കാം. നീ വായിക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയുമെങ്കിലും കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നും ഇപ്പൊ കള്ളവും പറയാൻ തുടങ്ങി എന്ന് ചന്ദ്രമതി പറയുക. ഇതൊക്കെ നിന്റെ ഭാര്യയുടെ ട്രെയിനിങ് ആണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം കള്ളത്തരവേ കാണിക്കുമെന്നും പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്ന ഇവരിപ്പോൾ കാണിച്ചത് എന്താ എന്ന് ശ്രുതി ചോദിക്കാം. അത് കേട്ടപ്പോൾ ഇപ്പോൾ അന്തസ്സായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്,
ഇവനോ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുക. അപ്പോൾ ചന്ദ്രമതി സുധിയെ ഒരു നോട്ടം. മറ്റുള്ളവർ ചെയ്താൽ അത് തെറ്റ്, നീ ചെയ്താലോ അത് ശരി അല്ലേ സച്ചി, അങ്ങനെയല്ലേ സച്ചി എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്ത. അച്ഛനൊന്നും മിണ്ടുന്നില്ല. സ്വന്തം കാറ് വിറ്റുപോയി, ഇപ്പോൾ വാടക കാറും പോയി. ഞാൻ പറഞ്ഞതല്ലേ ഇവള് കാരണം ഇവന് കുറെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. ഇപ്പം നോക്ക്, ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ ചുറ്റി നടക്കുകയല്ലേ എന്നും ചോദിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോഴും അച്ഛൻ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. സുധി കുറച്ചു നാൾ ജോലിക്ക് പോകാതിരുന്നപ്പോൾ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പം സുധിയെ നീ നോക്ക്, പഠിച്ച പഠിപ്പിനുള്ള ജോലി അല്ലെങ്കിലും കിട്ടിയ ജോലിക്ക് സുധി പോകുന്നില്ലേ എന്ന് ചോദിച്ചു. നിന്നെപ്പോലെ ജോലി ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് നടക്കുകയല്ല ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നമ്മുടെ സച്ചിയെ കളിയാക്കുക. അപ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര ചിരിയും കളിയായിട്ടിരിക്കുക ശ്രുതി. ഈ സമയം എന്തിനാ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സച്ചേട്ടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നേ എന്ന് രേവതി ചോദിച്ചപ്പം, എന്താടി അവനെ പറഞ്ഞപ്പോൾ പൊള്ളുന്നുണ്ടോ നിനക്കൊന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക. രണ്ടുപേരും ഇത്രയും കാലം കള്ളം പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. നിനക്കിതിലൊന്നും പുതുമ കാണത്തില്ല, നീ അവനെ കൊണ്ടും പറയിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട് നമ്മുടെ സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അമ്മേ ഇവൻ കൊണ്ടുവന്നതാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന് പറഞ്ഞ് കുറേ കാലം കുത്തുമായിരുന്നില്ലേ ഞങ്ങളെ, ഇനിയിപ്പോൾ ജോലിയില്ലാത്ത നീയും നിന്റെ ഭാര്യയും ഞങ്ങൾ കൊണ്ടുവരുന്നത് കഴിക്കേണ്ടി വരുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറയുന്നു. ദേ എടോ, നാണോ മാനോ ഉണ്ടെങ്കിലേ നിങ്ങളത് കഴിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുവാണേ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അന്നേരം സുധി നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛാ ഇവനല്ലേ എല്ലാത്തിനും കണക്ക് പറയാറ്, ഇനി കുറച്ച് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു സുധി. അപ്പം നമ്മൾ കണക്ക് പറയരുത് സുധി, നമ്മൾ ഇവരെ പോലെ ആകരുതെന്നും അങ്ങനെ ആയാൽ നമ്മളും ഇവർ ഒരുപോലെ ആയി പോകുമെന്നും ശ്രുതി പറയാം. അപ്പം നിന്റെ വാടകക്കാരൻ പോയല്ലേടാ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ പോയച്ചാന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചിരുന്ന കാർ അവർ പിടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ വാടക നീ കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നില്ലേ, പിന്നെന്തിനാ കാർ പിടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിച്ചപ്പം ഫിനാൻഷ്യറുമായിട്ട് ചെറിയൊരു പ്രശ്നം നടന്നിരുന്നു, അതാ അച്ഛാന്ന് പറഞ്ഞപ്പം. ചെറിയ പ്രശ്നമോ അങ്കിളെ? ആ ഫിനാൻഷ്യർ ഇവനെ അടിക്കാൻ നോക്കിയിരുന്നു, പിന്നെ എങ്ങനെ അയാൾ ഇവന് കാറ് കൊടുക്കാനാണെന്ന് ചോദിച്ചു ശ്രുതി ഇങ്ങനെ ഇവിടെ വെച്ച് പറയാം. അപ്പോൾ അച്ഛൻ ഇതൊക്കെ കേട്ട് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. എന്താണ് സംഭവിച്ചതെന്ന് നിനക്കറിയാവോ? എന്തെങ്കിലും പറയുന്നത് കേട്ട് പറയരുത്, മിണ്ടരുത് നീ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിയോട് പറഞ്ഞപ്പോൾ, നീ എന്തിനാ അവളോട് കാര്യത്തിൽ സംസാരിക്കുന്നേ? അടുത്ത മാസം മുതൽ അടുത്ത എല്ലാ ചെലവുകളും ചെയ്യേണ്ട ഇവളാ, അത് നീ ഓർക്കണമെന്ന് പറഞ്ഞപ്പം, അമ്മേ ഞാനും ശ്രുതിയും കൂടിയാണെന്ന് പറയുന്നു ശ്രുതി. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട, വേണ്ടത് ചെയ്യാൻ എനിക്കറിയാമെന്നും സച്ചി പറഞ്ഞു. ഇപ്പോഴും ദേഷ്യത്തിനൊരു കുറവില്ലല്ലോ. നിന്റെ ഭാര്യ ഫിനാൻഷ്യറുടെ മുന്നിൽ ചെന്ന് കെഞ്ചി കാല് പിടിച്ചില്ലേടാ, കുടുംബത്തിൻ്റെ മാനം കളഞ്ഞില്ലേടാ എന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ ജോലിയില്ല, ഇനി എന്താണാവോ നിങ്ങളുടെ പരിപാടി? മുമ്പത്തെ പോലെ കുടിച്ചു നടക്കാനാണോ നിന്റെ പ്ലാൻ? അപ്പം കറക്റ്റാ അമ്മേ എന്ന് ശ്രുതി. ഫിനാൻഷ്യർ ഇനി ഇവന് കാർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഡ്രൈവർ ജോലി അല്ലാതെ ഇവന് വേറെന്ത് ജോലി അറിയാവുന്നേ? എന്നെ പോലെ ക്വാളിഫിക്കേഷനും ഇവനില്ല, ഇവനെ നന്നായിട്ട് കുടിക്കാൻ മാത്രം ഇവനറിയാം, അല്ലാതെ ഇവനെ എന്താ അറിയാവുന്നേ? നീ ഒരു ബാറിൽ ചെന്ന് ജോലി അന്വേഷിക്കുക, നിനക്ക് പറ്റിയ സ്ഥലം അതാണെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ എന്നും ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും ഒക്കെ മതി എന്ന് രേവതി പറയാം. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം സച്ചേട്ടൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പം, എന്താ ചെയ്തതെന്നോ? കാറ് പിടിച്ചോണ്ട് പോയിട്ട് ഇവനതിവിടെ പറഞ്ഞോ? കള്ളവല്ലേ പറഞ്ഞത് എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക. കാറ് പിടിച്ചോണ്ട് പോയി എന്ന് അറിഞ്ഞാൽ അച്ഛന് വിഷമമാകും, അത് അസുഖം ഭേദമായിട്ട് വരുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇക്കാര്യം പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇദ്ദേഹം അത് പറയാതിരുന്നതെന്നുള്ള കാര്യം നമ്മുടെ രേവതി തുറന്നു പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്രമതി വലിയതായിട്ട് നോക്കുക. കാറ് പിടിച്ചോണ്ട് പോയെന്ന് കരുതി സച്ചേട്ടൻ ജോലി ചെയ്യാതെ വീട്ടിലൊന്നും കയറി ഇരുന്നിട്ടില്ല, അദ്ദേഹം ജോലിക്ക് പോയിരുന്നു എന്ന് നമ്മുടെ രേവതി പറയുക. അപ്പോഴും ഇവരിങ്ങനെ നോക്കുക കേട്ടോ. രേവതി എല്ലാത്തിനും അടിച്ച് പരത്തി. എന്ത് ജോലിക്കാ പോയത് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ചോദിച്ചു, നീ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നേ? നീ മുറിയിലേക്ക് പോകാൻ പറഞ്ഞു, പറയിപ്പിക്കാതിരിക്കാൻ. അപ്പോൾ സച്ചേട്ടൻ ഒന്ന് ചുമ്മാതിരുന്നേ, ഇവർ പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ സച്ചേട്ടൻ കേൾക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ബുദ്ധിയില്ലാത്തവരോടൊക്കെ നീ എന്തിനാ മറുപടി പറയാൻ നിൽക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അകത്ത് പോകാൻ പറഞ്ഞു സച്ചി രേവതിയോട്. ഈ സമയത്ത് രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മോളെ രേവതി, സച്ചി ഇപ്പോൾ എന്ത് ജോലിക്കാണ് പോകുന്നേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛാ അത് പിന്നെ ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ പോയി റെസ്റ്റ് എടുക്കുക. അപ്പോൾ എടാ നീ വിട്, രേവതി നീ പറ മോളെ, ഇവനിപ്പോൾ എന്ത് ജോലിക്കാണ് പോകുന്നത് നീ പറയാൻ പറഞ്ഞു. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ കാറ് കഴുകുന്ന ജോലി ചെയ്യുമായിരുന്നു സച്ചേട്ടൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ്റെ ചങ്ക് പൊട്ടിപ്പോവുക. അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവരും അന്തം വിട്ടിങ്ങനെ നോക്കുവാണേ. രാവിലെ മുതൽ രാത്രി വരെ അവരുടെ എല്ലാവരുടെയും കാറ് കഴുകുകയാണെന്നും പറഞ്ഞ് നമ്മുടെ രേവതി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാട്ടെ.
ഞാനത് നേരിട്ട് കണ്ടതാ അച്ഛാ. അതെനിക്ക് സഹിക്കാൻ മേലാത്തത് കൊണ്ടാണ് ഞാൻ അയാളുടെ അടുത്ത് അയാളുടെ മുന്നിൽ ഇങ്ങനെ ഞാൻ പോയത്. അതുകൊണ്ടാണ് അച്ഛാ എനിക്ക് സഹിക്കാൻ പറ്റാതെ പോയത് അച്ഛാ. എന്നിട്ട് പിന്നെ അന്ന് എല്ലാവരും കൂടെ കയറി നമ്മുടെ സച്ചിയെ കള്ളനാക്കിയ കാര്യമൊക്കെ രേവതി ഇവിടെ പറയാം. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അയാളുടെ കാല് പിടിക്കാൻ പോയതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുക. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ശ്രുതി, സച്ചേട്ടനെ ആരും വില കുറച്ച് കാണണ്ട, നിങ്ങൾക്കാർക്കും ഞങ്ങളൊരു ബാധ്യതയാകുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട, ഞങ്ങളുടെ ചെലവ് നിങ്ങൾ ആരും വഹിക്കുകയും വേണ്ട, എല്ലാ മാസവും തരുന്നത് പോലെ ചെലവിനുള്ള കാശ് സച്ചേട്ടൻ തരും എന്ന് നമ്മുടെ രേവതി ഇവരുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുക. അപ്പോഴേക്കും ഭയങ്കര ഇത്, അപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോടാ മോനെ, ഇങ്ങനെ ഒരു ജോലി അത് ചെയ്യാൻ നിന്നെ ഞാൻ ഒരിക്കലും വിടില്ലായിരുന്നല്ലോടാ, എന്തിനാടാ നീ അങ്ങനെ ഒരു ജോലിക്കൊക്കെ പോയത് എന്നിങ്ങനെ ചോദിക്കും. അന്നേരം കാശിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേടാ എന്ന് അച്ഛൻ മോനോട് പറയുക കേട്ടോ. അപ്പം അതൊക്കെ കേട്ടപ്പോൾ രേവതി ഭയങ്കര കരച്ചിൽ. മറ്റുള്ളവരുടെ കാറ് കഴുകാൻ പോകുന്നു, നിനക്ക് എന്താടാ പറ്റിയേ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അച്ഛൻ്റെ കാൽച്ചോട്ട് ചെന്നിരുന്നിട്ട്, അച്ഛാ എൻ്റെ അച്ഛൻ ഇനി അത് ഓർത്ത് വിഷമിക്കരുത്, ഇതുപോലെ എൻ്റെ അച്ഛൻ വിഷമിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അച്ഛനോട് പറയാതിരുന്നതെന്ന് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അപ്പം നിൻ്റെ കയ്യിൽ പറയാവുന്നവർ നിനക്ക് ഡ്രൈവർ ജോലി തരില്ല എന്ന് ചന്ദ്രമതി അന്നേരം സച്ചിയോട് പറയുക കേട്ടോ. ദേ വീട്ടു ചെലവിന് കാശ് തരണ്ടേ, നീ കാറ് കഴുകുന്ന ജോലി തന്നെ ചെയ്തോ, അത് വിടണ്ട എന്ന് ചന്ദ്രമതി സച്ചിയോട് പറയുവാണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്നേരം ചന്ദ്രേ നീ എന്താടി പറയുന്നതെന്ന് ചോദിച്ചു രവിയേട്ടൻ ചന്ദ്രയോട്. ചെറുപ്പം മുതലേ ജോലിക്ക് പോയി തുടങ്ങിയവനാ സച്ചി, ഇത്രയും കാലം ഈ വീട് പുലർത്തിയതും ഇവൻ തന്നെയാ, ഇവൻ അധ്വാനിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാ, 3 നേരം നീയൊക്കെ വെട്ടി വിഴുങ്ങിയത്, അതൊന്നും നീ മറന്നു പോകരുതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെക്കുറിച്ച് രവിയേട്ടൻ പറയുമ്പോൾ പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണേ ചന്ദ്രമതി. അപ്പോൾ സുധിയും ഒന്നും മിണ്ടുന്നില്ല. സുധി ഇങ്ങനെ ഡിഗ്രി കൊണ്ട് കയ്യിലിരിക്കുവാണല്ലോ. കുറ്റപ്പെടുത്തലും കണക്ക് പറച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ, ഇനി എല്ലാവരും അവരുടെ ജോലിയൊക്കെ ചെല്ലാൻ പറഞ്ഞു അച്ഛൻ. അങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു വിടുമ്പം എന്ത് പറഞ്ഞാലും ഒടുക്ക അവർ നല്ലവരും ഞങ്ങളൊക്കെ മോശക്കാരാവുമല്ലോ നിങ്ങൾക്ക് എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ചന്ദ്രമതി അതും പറഞ്ഞ് അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും സുധിയും അവിടെ നിന്ന് എഴുന്നേറ്റ് പോണു. ഇവർ പോകാൻ നേരത്ത് അതായത് സച്ചിയും രേവതിയും പോകാൻ നേരത്ത് അച്ഛൻ എഴുന്നേറ്റ് അവരെ വിളിച്ചു. മോനെ സച്ചി, മോനെ ദേ എൻ്റെ ഈ ജീവൻ നിന്റെ ദാനമാണെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ സച്ചിയോട് പറയാം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ ഞാൻ വിടില്ല എന്ന് സച്ചിയോട് രവിയേട്ടൻ പറയുവാണ്. അപ്പം രേവതി അവിടെ നിന്ന് വിങ്ങിപ്പൊട്ട് കരയുക. ഇപ്പം ഈ ജോലി ചെയ്യേണ്ട ആവശ്യമൊന്നും നിനക്കില്ല, ദേ അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോടാ, നമുക്കത് മതിയടാ, നമുക്കതുകൊണ്ട് ജീവിക്കാടാ, നീ ഇനിയിപ്പോൾ ഈ ജോലിക്ക് പോകണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ അച്ഛൻ അങ്ങകത്തേക്ക് കയറിപ്പോയി. സച്ചി ഇങ്ങനെ ആകെ തകർന്ന് നിൽക്കുവാണ്, അതുപോലെ തന്നെ രേവതിയും. അങ്ങനെ അത് കഴിഞ്ഞ് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചി രേവതിയോട്, ദേ നീ എന്താ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. നീ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സച്ചേട്ടാന്ന് ചോദിച്ചു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഫിനാൻഷ്യൽ കാണാൻ പോയത്, എന്നോട് ചോദിച്ചിട്ടാണോ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. നീ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലയിൽ വീണു, എനിക്ക് കാർ വാടകയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നീ അയാളോട് കെഞ്ചി. അയാൾ അത് നാട് മുഴുവനും പറഞ്ഞു നടക്കും. ഇവിടെയുള്ള ഓരോരുത്തരും കണ്ടില്ലേ, അവള് കണ്ടില്ലേ, അവള് പറഞ്ഞത് കേട്ടില്ലേ, നീ എന്നെ കരുത്തിക്കൂട്ടി അപമാനിക്കുകയാണോ ചോദിച്ചപ്പം, അങ്ങനെയൊന്നും പറയല്ല സച്ചേട്ടൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് എന്ന് രേവതി ചോദിക്കാം. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ എനിക്ക് നല്ലത് ചെയ്യാനായിട്ട്? അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് എല്ലാവരും സച്ചേട്ടനെ അപമാനിച്ചു, എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല സച്ചേട്ടാ, ഞാൻ അതുകൊണ്ട് പോയതാ. ആ ജോലി ഇനി സച്ചേട്ടൻ ചെയ്യരുതെന്ന് കരുതിയാണ് ഞാൻ പോയത്. ദേ അതിന് ഫിനാൻഷ്യൽ കാണാൻ പോവാണോ വേണ്ടതെന്ന് ചോദിച്ചു അന്നേരം സച്ചി. അയാൾ ഞാനും തമ്മിൽ തെറ്റില്ല, ഇനി എന്നെ കണ്ട നീ കാറിൽ പിടിക്കാൻ പോയ കാര്യം പറഞ്ഞ് അയാൾ എന്നെ പരിഹസിക്കുകയേ ഉള്ളൂ, ഉറപ്പായിട്ടും ഞാൻ അയാളുടെ മേലപ്പോൾ കയ്യും വയ്ക്കും, അത് വീണ്ടും കേസാകുമെന്ന് സച്ചി പറയാം. അപ്പം ഇതാ സച്ചിയേട്ടൻ്റെ പ്രശ്നം, എന്തു പറഞ്ഞാലും കൈവയ്ക്കുക. അന്ന് അയാളുടെ മേൽ കൈവയ്ക്കാൻ നോക്കിയത് കൊണ്ടാണ് അയാൾ കാറ് തിരികെ കൊണ്ടുപോയതും എവിടെയും ഇപ്പം ജോലി കിട്ടാത്തതും. എന്താ സച്ചേട്ടാ ഇത്, ഇപ്പം പോലും അയാളോട് ക്ഷമ ചോദിക്കാൻ സച്ചേട്ടൻ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ കാറ് തിരികെ തരുമായിരുന്നില്ലേ? പക്ഷേ സച്ചേട്ടൻ അത് ചെയ്തില്ലല്ലോ, സച്ചേട്ടൻ അത് ചെയ്യില്ല. ഞാൻ അയാളോട് ക്ഷമ ചോദിക്കാനോ? നീ എന്താ പറഞ്ഞേ? അപ്പം തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കുന്നതിൽ ഒരു മാനക്കേടുമില്ല സച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അച്ഛൻ പുറത്തു വന്ന് നിന്ന് കേൾക്കുക കേട്ടോ. ആ സമയത്ത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കാം. സച്ചേട്ടൻ ആ ഫിനാൻഷ്യൽ തല്ലാൻ നോക്കിയില്ലേ,
ജോലി തന്നവരുടെ അടുത്ത് കുറച്ച് അനുസരണയോടെ നിൽക്കണേ ചോദിച്ചു. അപ്പോൾ അതിന് വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് സച്ചി ഭയങ്കര ദേഷ്യപ്പെടുക. അപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും സച്ചിയേട്ടനത് തെറ്റായിട്ടേ കാണൂ, ഒന്നും അതിൻ്റെ രീതിയിൽ എടുക്കാനായിട്ട് നോക്കില്ല എന്ന് രേവതി പറയുമ്പം എന്തിനാ ഞാൻ അയാളുടെ മേലെ കൈവയ്ക്കാൻ നോക്കിയതെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കാശിന് വേണ്ടി ഞാൻ അയാളെ പോയി കണ്ടു. എൻ്റെ അച്ഛന് സുഖമില്ല, പിന്നെ ഹോസ്പിറ്റലിൽ 4 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു. ആ കാശ് തന്നെ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞു. ആധാരം ഞാൻ പിന്നീട് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയാൽ വാങ്ങിയ കാശ് ആര് തിരികെ തരും, അതെനിക്ക് നഷ്ടമാകും, അതുകൊണ്ട് കാശ് തരാൻ പറ്റില്ല എന്നാ അയാൾ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ രേവതി ആകതായിപ്പോയി. അതുപോലെ അച്ഛനും ഇതൊക്കെ പറയുന്ന കേട്ട് ഞെട്ടി നിൽക്കും കേട്ടോ. അങ്ങനെ പറഞ്ഞ ഒരാളെ ഞാൻ അടിക്കാതെ എന്താ വെറുതെ വിടണമെന്ന് ചോദിച്ചു. ഒരിക്കലും സച്ചി അത് ചെയ്യില്ല, എല്ലാവരും പിടിച്ചു വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അയാളെ എന്നും പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മുടെ സച്ചിയോടൊക്കെ ഒന്ന് ഒച്ച എടുക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയുടെ നേരെ വന്ന് നിന്നു. ഇനി നീ പറ, ഞാൻ പോയി അയാളോട് ക്ഷമ ചോദിക്കണോ? ഇത് മുൻപേ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ തല്ലിയനെ അയാളെ എന്ന് നമ്മുടെ രേവതി സച്ചിയോട് അന്നേരം പറയുക. ഇതൊക്കെ അച്ഛൻ കേൾക്കുമല്ലേ? ആ മക്കളുടെ സ്നേഹം എന്താണെന്ന് അച്ഛൻ അറിയും കേട്ടോ. സച്ചേട്ടൻ ചെയ്തതാ ശരി, സച്ചേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്ന് രേവതി സച്ചിയോട് പറയുക. ഇതൊന്നും അറിയാതെയാ ഞാൻ ഓരോന്നും പറഞ്ഞതും അയാളെ പോയി കൊണ്ടതും എന്ന് രേവതിയും സച്ചിയോട് പറയുന്നു. എപ്പോഴും നിനക്ക് ബുദ്ധി വൈകിയല്ലേ വരൂ, ആവേശമില്ലാതെ ഇനി എൻ്റെ കാര്യത്തിൽ നീ തലയിടാൻ വരരുത് എന്ന് സച്ചി രേവതിയോട് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു. അച്ഛൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മനസ്സ് വേദനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാറ് മേടിച്ചുകൊണ്ട് പോയ ചേട്ടനെയാണ്. അപ്പോൾ സച്ചിയുടെ കാറ് മേടിച്ചുകൊണ്ട് പോയ ചേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മുടെ രവിയേട്ടൻ വരുവാണ്. അപ്പോൾ രവിയേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ മഹേഷ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. മഹേഷിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. നമസ്കാരം സാർ എന്നും പറഞ്ഞു നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, അന്ന് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു, ഞാൻ സച്ചിയുടെ ഫ്രണ്ട് മഹേഷ്. ആ വാ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്താടോ ഇതാരാ എന്ന് ചോദിച്ചപ്പം അപ്പോൾ ഞാൻ സച്ചിയുടെ അച്ഛനാണെന്ന് പറഞ്ഞു. നമസ്കാരമൊക്കെ ഇങ്ങനെ പറയാം. അപ്പം നമസ്കാരം പറഞ്ഞു. അങ്ങനെ ഇവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട്, സുഖമായാലോ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറഞ്ഞു. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറയുവാണ്. വേണ്ടുന്ന സമയത്ത് നിങ്ങൾ കാശ് തന്ന് സഹായിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സച്ചിയുടെ കാർ അന്നേരം അതിങ്ങനെ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ കാറിൽ വന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.